വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. പൂഞ്ഞാറിലെ പഴയ പുലി വീണ്ടും വിഷം തുപ്പുന്നു. നമുക്കറിയാം, ഈ ഫോബിക്കായ മനുഷ്യൻ ജയിലിൽ നിന്നും പുറത്തു ഇറങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളായിട്ടുള്ളൂ. മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ പൊതുവേദിയിൽ വിളമ്പിയതിന്റെ പേരിൽ നൽകിയ കേസിൽ ഹൈക്കോടതി പോലും ജാമ്യം നിഷേധിച്ചപ്പോഴാണ് ഈ കാട്ടുപൂച്ച കോടതിയിൽ കീഴടങ്ങിയതും റിമാൻഡിലായതും. എന്നിട്ടിപ്പോൾ വീണ്ടും അതേ ശങ്കരൻ തെങ്ങിൽ തന്നെ എന്ന് പറയുന്നതാവും ശരി. ഇന്ന് വർദ്ധിച്ചു വരുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗ വിഷയം. എന്നിട്ടും പൂഞ്ഞാറിലെ പുലിയുടെ നാവ് തരിച്ചെത്തിയത് മുസ്ലിങ്ങളിലാണ്. അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളുടെ മുക്കിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്നും പറയുന്നില്ല, വളരെ ഗതികെട്ട നിലയിലാണ്. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട. മീനച്ചി താലൂക്ക് മാത്രം എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു. സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ട്. ഞാനതിലേക്ക് കിടക്കുന്നില്ല. പി.സി. ജോർജിന്റെ പ്രസംഗത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് കേരളത്തിലെ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദുമാണ്. ഈ രണ്ട് നിലയിലുള്ള കേസുകളിൽ ഒന്നിൽ പോലും കേരളത്തിൽ ഇന്നുവരെ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അംഗീകരിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും ഈ മനുഷ്യൻ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നാർക്കോട്ടിക് ജിഹാദിന്റെയും ലവ് ജിഹാദിന്റെയും കൂടെ പോകുന്നു. ഒന്നാമത് പി.സി. ജോർജ് മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഇസ്ലാം ഒരിക്കലും മദ്യത്തിനും മയക്കുമരുന്നിനും അനുകൂലിക്കുന്നില്ല. മയക്കുമരുന്നും മദ്യവും ഉപയോഗിക്കുന്നത് തികച്ചും പാപമായി കാണുന്ന മതമാണ് ഇസ്ലാം. എന്നിട്ടും നല്ലൊരു ശതമാനം ജനങ്ങളും ഇസ്ലാമിൽ നിന്നും ഈ മാർഗങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ്. ആ വിഭാഗം ജനത മുസ്ലിങ്ങളിൽ മാത്രമല്ല, ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മറ്റെല്ലാ മതങ്ങളിലുമുണ്ട്. അവരെ തിരുത്താൻ ആരാലും കഴിയുമെന്ന് തോന്നുന്നുമില്ല. അതിന്റെ പേരിൽ അവർ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും ഏതെങ്കിലും മതത്തിന്റെ പിരടിയിൽ വെച്ച് കെട്ടുന്നത് അന്തസ്സുള്ള മനുഷ്യർക്ക് ചേർന്നതല്ല. പിന്നെ ലവ് ജിഹാദ്. ഇസ്ലാമിലെ ജിഹാദ് ഒരു മനുഷ്യൻ അവനെ പൂർണ്ണമായും ദൈവത്തിൽ അർപ്പിക്കുക എന്നതാണ്. തന്റെ മുന്നിൽ വരുന്ന അശരണനെ സഹായിക്കൽ പോലും ജിഹാദാണ്. കോപം കൊണ്ട് ഒരുത്തനെ കൊല്ലാൻ പോകുമ്പോൾ ക്ഷമ കൊണ്ട് മാറ്റി നിർത്തൽ ജിഹാദാണ്. സ്വന്തം നാടിനു വേണ്ടി രക്തസാക്ഷിയാകുന്നത് പോലും ജിഹാദാണ്. മുസ്ലിം ആയതുകൊണ്ട് ഒരുത്തൻ ആക്രമിക്കാൻ വരുമ്പോൾ അതിനെ പ്രതികരിക്കുന്നത് ജിഹാദാണ്. ഇതൊന്നുമല്ലാതെ ഏതെങ്കിലും അമുസ്ലിം പെൺകുട്ടികളെ ചാടിച്ചുകൊണ്ടുവരല്ലോ, ഉറങ്ങിക്കിടക്കുന്നവനെ പിന്നിൽ കൂടി പോയി കത്തിക്കൊണ്ട് കുത്തുന്നതോ കുത്തിക്കൊല്ലുന്നതോ ഇതൊന്നും ജിഹാദല്ല. ഏതെങ്കിലും കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ അടർത്തിക്കൊണ്ടുവന്ന് ഇസ്ലാമിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല ഇസ്ലാമിന്. മതത്തിൽ ബലപ്രയോഗം വേണ്ടെന്ന് പറയുന്നത് ഖുർആനാണ്. പെൺകുട്ടികളെ പ്രേമിച്ച് വിവാഹം കഴിക്കൽ ലോകത്ത് ഇപ്പോൾ നടക്കുന്ന സംഭവമല്ല. അതിന് ജാതിയും മതവും ഒന്നും തന്നെ തടസ്സമായി നിന്നിട്ടില്ല പോലും. ഈയിടയിലാണ് നിരവധി മുസ്ലിം പെൺകുട്ടികൾ അമ്പലങ്ങളുടെ മുന്നിൽ മാലിട്ട് നിൽക്കുന്ന ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയകളിൽ ധാരാളമായി കണ്ടുവരുന്നത്. അതിനെയൊക്കെ ഏതു തരത്തിലുള്ള ജിഹാദാണെന്നാണ് വിളിക്കേണ്ടത്? അതോ മുസ്ലിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണോ അത് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദുമായി മാറുന്നത്? പ്രണയത്തിന്റെ പേരിലായാലും മതം മാറ്റിക്കൊണ്ടുവരുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഒരാൾ ഇസ്ലാം മത വിശ്വാസിയാവണമെങ്കിൽ അവൻ ആ മതത്തെക്കുറിച്ച് പഠിച്ച് അതിലെ നന്മകൾ മനസ്സിലാക്കി തന്നെ വരണം. അത്തരത്തിലുള്ളവരെ മാത്രമേ മുസ്ലിം എന്ന് പറയാനാവൂ. അല്ലാത്തവർ ഭൗതിക ലാഭത്തിനു വേണ്ടി മതം സ്വീകരിക്കുന്നവരാണ്. പിന്നെ 4 ലക്ഷം ജനസംഖ്യയുള്ള മീനച്ചിൽ താലൂക്കിൽ നിന്നും 400 പെൺകുട്ടികളെ മുസ്ലിം തീവ്രവാദികൾ മതം മാറ്റി കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ പി.സി. ജോർജും താങ്കളുടെ അനുയായികളും എവിടെയായിരുന്നു എന്ന് വേണം ചോദിക്കാൻ. നിങ്ങളുടെ നാട്ടിൽ അതിനെ പ്രതിരോധിക്കാൻ ആളില്ലാതെ പോയോ? ഇനി അഥവാ ഈ 400 പേരും വേലി ചാടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വളർത്തുദോഷമല്ലേ? പെൺകുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കാൻ നിങ്ങളുടെ കാസക്കാർ എവിടെ പോയി? മറ്റുള്ള മതസ്ഥരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പരിവർത്തിപ്പിക്കാൻ നോക്കുന്ന നേരം സ്വന്തം കുടുംബത്തിലുള്ള പെൺകുട്ടികളോട് മുസ്ലിം തീവ്രവാദികൾ വന്ന് വിളിക്കുമ്പോൾ കൂടെ ഇറങ്ങിപ്പോകുമെന്ന് പറയാനുള്ള സമയമെങ്കിലും നിങ്ങൾ കണ്ടെത്തണം. പൊന്നു പി.സി., ഇത്രയും പെൺകുട്ടികൾ ലവ് ജിഹാദിലും നാർക്കോട്ടിക് ജിഹാദിലും പെട്ടുപോയിട്ട് എത്ര കേസുകൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്? ഏതെല്ലാം പോലീസ് സ്റ്റേഷനുകളിൽ? ജനങ്ങൾക്ക് വിശ്വസിക്കാൻ അതെങ്കിലും പറയേണ്ടത് നിങ്ങൾ.
പിന്നെ വേറൊരു വലിയ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ലെന്ന്. ഈ ക്രിസ്ത്യാനി എന്തിനാ ഒരു 25-30 പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി, പെക്കൊച്ച്, വയസ്സ് 25, ഇന്നലെ രാത്രി 9:30 പോയത്, തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, 25 വയസ്സുവരെ ആ പെൺകുച്ചിനെ പിടിച്ചു വെച്ചാൽ അപ്പനിട്ട് അടി കൊടുക്കണ്ടേ? എന്നാ അതിനെ കെട്ടിച്ചുവിടാഞ്ഞ്? നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് അത്. എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ. ഒരു 18-19 വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 22-23 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ? ആ മര്യാദ കാണിക്കണ്ടേ? 25 വയസ്സാകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഒരു പെൺകൊച്ചിനെ ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകയല്ലേ? ഇത് റിയാലിറ്റിയാണ്, മനുഷ്യസഹജമായ ദൗർബല്യങ്ങളാണ്. ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം പെണ്ണുങ്ങൾ പഴയ്ക്കുന്നില്ലല്ലോ, എന്താ കാര്യം? 18 തികയുമ്പോഴേ പിടിച്ച് കെട്ടിക്കുക. നമ്മളോ ഒരു 28-29 ആയാലും പല ശമ്പളം കിട്ടുന്നതാണ് കെട്ടിക്കുകയില്ല. എന്നാ അതിൻ്റെ ശമ്പളം ഇങ്ങനെ പോരട്ട് ഊറ്റിയെടുക്കാമല്ലോ. അതാണ് പ്രശ്നം. നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത്, ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു 24 വയസ്സിനകം ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പമില്ല. അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കും. പിന്നെ താങ്കൾ കൊടുത്ത ഉപദേശം എനിക്ക് വളരെയധികം ഇഷ്ടമായി. 24 വയസ്സാകുമ്പോഴേക്കും പെൺകുട്ടികളെ കെട്ടിച്ചു വിടണമെന്നത്. സാറിൻ്റെ നല്ല മനസ്സാണെങ്കിൽ ഈ പെൺകുട്ടികളുടെ വിഷയത്തിൽ കണ്ണീരൊഴുക്കുന്നയാളല്ലേ താങ്കൾ? താങ്കൾ അത് എല്ലാ മതക്കാരോടും പറയണം. കാരണം നമ്മുടെ നാട്ടിൽ ആൺകുട്ടികൾ പെണ്ണ് കിട്ടാതെ കഷ്ടപ്പെടുകയാണ്. പണ്ട് പെൺകുട്ടികൾക്ക് വിവാഹം നടക്കാനായിരുന്നു പ്രയാസമെങ്കിൽ ഇന്ന് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാനാണ് ഏറ്റവും വലിയ പ്രയാസം. ഓരോ പ്രദേശത്തും 30-35 അധികം മുകളിൽ പ്രായമുള്ള നിരവധി ഒട്ടേറെ ആൺകുട്ടികൾ പെൺകുട്ടികളെ കിട്ടാതെ കാത്തുകെട്ടി കിടക്കുന്നുണ്ട്. പല പെൺകുട്ടികളും വിവാഹത്തിന് തയ്യാറാവുന്നില്ല എന്നതാണ് സത്യം. അവർ സ്വതന്ത്ര ചിന്തകരാകുകയോ സ്വതന്ത്രമായി പാറിപ്പറക്കാൻ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്നു. അവർക്ക് കൂടുതൽ ഫ്രീഡം വേണം. കൂടുതൽ കാലം സ്വതന്ത്രരായി കിളികളെ പോലെ പാടി നടക്കണം. ബാക്കി വരുന്ന പെൺകുട്ടികൾ നല്ലൊരു പങ്കും നേരത്തെ വിവാഹം ഉറപ്പിച്ചവരാണ്. ചിലർ പ്രേമിക്കുന്നവരും മറ്റുള്ളവർ ജോലി കിട്ടിയാൽ മാത്രം വിവാഹം കഴിക്കുമെന്ന് വാശി പിടിക്കുന്നവരുമാണ്. പാവം ആൺകുട്ടികൾ എന്ത് ചെയ്യും? ഈ ചുറ്റുപാടിൽ പെൺകുട്ടികളെ 24 വയസ്സ് വരെ നിർത്തേണ്ട ആവശ്യമില്ല. 18 മുതൽ വിവാഹം നടത്തട്ടെ. എങ്കിൽ കുറച്ച് ആൺകുട്ടികൾക്കെങ്കിലും പെൺകുട്ടികളെ കിട്ടും. അവരെന്തായാലും PC സാറിന്റെ കൂടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുണ്ടാവുകയും ചെയ്യും. ഞാനിപ്പോൾ കടന്നു വരുന്ന ഈരാറ്റുപേട്ട എന്നാണോ പറഞ്ഞ വെറുതെയല്ല. അവിടെ ഈരാറ്റുപേട്ട നടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുക. കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുണ്ട് സ്ഫോടക വസ്തുക്കളാണ്. അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം. അതിൻ്റെ വിശദാംശം ഞാനിവിടെ കിടക്കുന്നില്ല. ഇതെങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പിടിക്കപ്പെട്ടതാണ് അച്ചായന്റെ ബേജാറെങ്കിൽ ഈ കോട്ടയം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ മൊത്തത്തിൽ ഇമാതിരി സ്ഫോടക വസ്തുക്കൾ നിരവധി കാണും. എന്നാൽ നമ്മുടെ ഏഷ്യാനെറ്റിൽ വന്ന റിപ്പോർട്ട് അത് മറ്റൊരു രൂപത്തിലായിരുന്നു. ഈരാറ്റിൽപേട്ടയിൽ ജലാറ്റിൻ സ്റ്റിക്കുകളും ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും കണ്ടെത്തി എന്നാണ്. കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി പിടികൂടിയ ഷിബിലിനെയും കൂട്ടാളിയും മുഹമ്മദ് ഫാസിലിനെയും ചോദ്യം ചെയ്തപ്പോഴാണ് ഈരാറ്റുപേട്ടയിൽ വിൽപ്പന നടത്തിയതായി അറിയുന്നത്. തുടർന്ന് ഇവരിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ വാങ്ങിയ 3 ഇടുക്കി സ്വദേശികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അനധികൃത പാടമടകളിലേക്ക് കടത്തുകയായിരുന്ന സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചത് കഴിഞ്ഞ ദിവസമാണ്. അനധികൃത പാറമടകളിലേക്ക് കടത്തുന്ന സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇത്തരത്തിൽ പാറമടകളിലേക്ക് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നതും പലപ്പോഴും പിടിക്കപ്പെടുന്നതും ഇതിനു മുമ്പും ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പിടിച്ചവരുടെ 2 ആളുടെയും പേര് PC-ക്ക് ദഹിക്കാത്തവരുടേതാണ്. അതുകൊണ്ടാണ് PC ഇത്രയൊക്കെ പറഞ്ഞൊപ്പിച്ചത്. അതുകൊണ്ടാണ് PC പറഞ്ഞത് ഇത് എന്തിനാണെന്നും എവിടെ കൊണ്ട് കത്തിക്കാനാണെന്നും എനിക്കറിയാമെന്നും. PC-യുടെ കോങ്കൺ എങ്ങോട്ടാണ് തിരിയുന്നതെന്ന് നമുക്കറിയാം. അത് മുസ്ലിം തീവ്രവാദികൾ നാട് കത്തിക്കാൻ കൊണ്ടുവന്നതാണെന്നാണ് ധ്വനി. എങ്കിൽ പോലീസിനേക്കാൾ വലിയ ഇന്റലിജൻസ് സംവിധാനമുള്ള PC-യുടെ ഒരു കാര്യം, ഈ വെടിക്കോപ്പുകൾ എവിടെ കത്തിക്കാനാണെന്നും ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്നും അറിയാവുന്ന PC അത് പോലീസിനോട് തുറന്നു പറയണം. അങ്ങനെയെങ്കിലും കേരളം രക്ഷപ്പെടട്ടെ. മനസ്സിൽ തന്നെ സൂക്ഷിക്കരുത്. അവസാനം ഈ കോപ്പുകൾ സൂക്ഷിച്ച് മനസ്സും പൊട്ടിത്തെറിക്കും, രാജ്യവും പൊട്ടിത്തെറിക്കും.